ഓക്കെ, നമ്മുടെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. മണി മാനിഫെസ്റ്റേഷൻ മാസ്റ്ററിയുടെ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് കുറച്ച് ഇൻട്രോ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും കേൾക്കാനായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. നിങ്ങളിൽ എത്ര പേർക്ക് നമ്മുടെ മണി, അതായത് മനസ്സിന്റെ ശക്തി കൊണ്ട് മണി അട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. താങ്ക് യു. അപ്പം വെൽത്ത് അബണ്ടൻസ് ഹബ്ബ് NST അക്കാഡമിയുടെ പേരിലാണ് നമ്മുടെ ഈ ഒരു മണി മാനിഫെസ്റ്റേഷൻ മാസ്റ്ററി 4 ഡേയ്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്. ഇതിനകത്ത് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 അങ്ങനെ 4 ക്ലാസ്സുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഡേ 1 ഇന്ന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് മണി വരാത്തത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റിയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മണി നമ്മളെ വിട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ക്ലാരിറ്റിയാണ് ഡേ 1 വരുന്നത്. ഡേ 2 വരുന്നത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് ആണ്, മണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്. ഡേ 3 വരുന്നത് മണി അഫർമേഷൻ ആണ്, അതായത് വെൽത്തിന്റെ സയൻസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ് ഡേ 3 വരുന്നത്. അന്ന് നമുക്കൊരു ചെറിയൊരു ഹീലിംഗ് പ്രോസസ്സും കൂടി കാണാം. ഡേ 4 വരുന്നത് നമ്മുടെ മണിയുടെ, അല്ലെങ്കിൽ നമുക്ക് കുറെ മിത്തുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന കാര്യം കൊണ്ടാണെന്നൊക്കെ കുറെ ഫെയിലും ഉണ്ട്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ ഫെയിൽ ആവാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും പിന്നെ അതുപോലെ നമുക്കൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ മണി മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സക്സസ് ആവുന്ന ഒരു മെത്തേഡ് ലൈവായിട്ട് നമ്മൾ ചെയ്യിപ്പിക്കും. അപ്പൊ നമുക്ക് 2 ലൈവ് ആക്ടിവിറ്റീസ് ആണ് വരുന്നത്, ഒന്ന് 3-ാമത്തെ ക്ലാസ്സിലും അതുപോലെ 4-ാമത്തെ ക്ലാസ്സിലും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ ഡേയിലും ഞാൻ ഇതുപോലുള്ള ഇൻട്രോസ് പറയുന്നുണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് കേൾക്കുക, എന്നിട്ട് എല്ലാ ക്ലാസ്സും മാക്സിമം അറ്റൻഡ് ചെയ്യുക. കാരണം വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഡേ 1 അറ്റൻഡ് ചെയ്തു, ഡേ 2 മിസ്സാവുകയാണെങ്കിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാളെ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 മാക്സിമം എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ, അതായത് നമുക്ക് എന്തുകൊണ്ടാണ് മണിയുടെ പ്രോബ്ലംസ് നിൽക്കുന്നത് എന്നുള്ള, എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ സി എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇപ്പം ഈ ഒരു 4 ദിവസത്തെ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 4 ദിവസത്തെ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയൊരു ക്ലാരിറ്റി, അതായത് ഇപ്പം നിൽക്കുന്ന ഒരു 0 ലെവലിൽ നിന്നും ഒരു 10% എനിക്ക് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിനെ മാറ്റാനായിട്ട് പറ്റും. അത് ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. കാരണം ഈ പറയുന്ന 4 ക്ലാസ്സിൽ വഴിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കുറേ കാര്യങ്ങളുടെ നിങ്ങളുടെ ചിന്താഗതികളും അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫ്സ് എല്ലാം നന്നായിട്ട് മാറ്റിത്തരാൻ പറ്റും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് പക്ഷെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം. നിങ്ങളാണ് ബാക്കി എടുക്കാനുള്ള തീരുമാനം, നിങ്ങളുടെ കയ്യിലാണ്. എനിക്ക് ഗൈഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, പക്ഷെ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരാണ്. അത് കറക്റ്റായിട്ട് എടുക്കും എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ വെക്കുക. അങ്ങനെ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ഈ ഒരു 4 ദിവസത്തെയും ഈ ഒരു ടൈം നിങ്ങൾ കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മിറ്റ് എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ എന്നെ കുറിച്ചിട്ട് പറയാം. എൻ്റെ പേര് നിസീബ. ഞാൻ ട്രിവാൻഡ്രമാണ് സ്വദേശം. ഞാൻ അധ്യാപികയാണ്. ഞാൻ BBA MBA കുട്ടികളെ 16 വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഞാനിപ്പം കോച്ചിങ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. എൻ്റെ ഏറ്റവും ഇളയ കുട്ടി 4 വയസ്സ് മാത്രമാണ് പ്രായം വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു കോച്ചിങ്ങിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു ചെറിയൊരു ഇൻട്രോ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് കേൾക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ അതായത് ജീവിതത്തിൽ ഞാനൊരു ലേഡിയാണ്. അപ്പം ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പം എൻ്റെ ഒരു പഠനകാലം മുതൽ എൻ്റെ ഫാദർ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്നോട് എൻ്റെ ഫാദർ പറഞ്ഞ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, അത് ഞാൻ ഇപ്പോഴും ഓർത്തു പറയാണ്. പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏതറ്റം വരെയും പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതുവരെ പഠിച്ചത്. ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് MBA പഠിച്ചു. അതിനുശേഷം ഞാൻ എക്കണോമിക്സ് പഠിച്ചു. പിന്നെ അതിൽ എക്കണോമിക്സിൽ MPhil ചെയ്തു. അതിനുശേഷം ഞാൻ ഇപ്പം പ്രസന്റ്ലി സൈക്കോളജി ചെയ്യുന്നു. അപ്പം എനിക്കിതെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം തന്നത് എൻ്റെ ഫാദർ തന്നെയാണ്. എൻ്റെ ഫാദർ ഇപ്പം ജീവിച്ചിരിപ്പില്ല. എൻ്റെ ഫാദർ മരണപ്പെട്ടിട്ട് ലാസ്റ്റ് മന്ത് 4 വർഷം ആവുന്നുണ്ട്. പക്ഷെ ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഫാദർ എൻ്റെ കൂടെയുണ്ട്. അതായത് എൻ്റെ എല്ലാ വിജയത്തിന്റെ പിന്നിലും എൻ്റെ ഫാദർ ഉണ്ട് എന്നുള്ള ഒരു
നല്ലൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം എന്റെ ഫാദർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും കോച്ചിങ്ങിലോട്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലോട്ടോ ഇറങ്ങിയിട്ടില്ല. ഞാന് ആകെ ഉണ്ടാവുന്ന ആ ഒരു ജോലി മാത്രം. ആ ഒരു ജോലിക്ക് പോലും പോണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ മകൾക്ക് ഒരു വയസ്സായപ്പോഴാണ് ഞാന് വീണ്ടും എന്റെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നു, "എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല?" എന്ന് ചോദിച്ച സമയത്ത്, അല്ല ഇത്രയും പഠിച്ചതല്ലേ, എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചു. ആ ഒരു നാണക്കേടിന്റെ പേരിലാണ് ഞാൻ യഥാർത്ഥത്തിൽ എന്റെ ജോലി തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഗ്രാജുവലി ജോലിക്കൊക്കെ പോയി തുടങ്ങി. അങ്ങനെ കുറേ നാള് ജോലിയിൽ തന്നെയാണ് സ്റ്റക്ക് ചെയ്തത്. എന്നും ജോലിക്ക് പോകുന്നു, വരുന്നു. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഏതാണ്ട് ഒരു 10 വർഷത്തോളം അല്ല 9 വർഷത്തോളം ആ ഒരു രീതിക്ക് തന്നെയാണ് പോയത്. യാതൊരു ചേഞ്ചസും ഇല്ല. ദിവസം രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു. വേറെ നമുക്കൊരു പ്രൊഡക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എന്റെ ആഗ്രഹങ്ങളൊന്നും അവിടെ ഫുൾഫിൽ ചെയ്യുന്നില്ല. അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ആക്ച്വലി പല കമ്മ്യൂണിറ്റികളിലായിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്റെ ഒരു ഗുരുനാഥനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഈ സമയത്ത് ഞാൻ എന്തായാലും സാറിന്റെ പേര് പറയുന്നുണ്ട്. എന്റെ ആദ്യത്തെ ഫസ്റ്റ് ഒരു മെന്റർ എന്ന് പറയുന്നത് വിപിൻ സാറാണ്. സാറിന്റെ കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വെച്ചടിച്ച് ഞാൻ ഓരോ കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതായത് ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് കറന്റ്ലി നിൽക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും അറിയത്തില്ല. സോ ഈ കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കാനും പിന്നെ അതുപോലെ അങ്ങനെ ഇരുന്ന സമയത്താണ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹം തോന്നിയത്. അങ്ങനെ വീണ്ടും പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പം സാറ് മാത്രമല്ല വേറെയും ഈ പറയുന്നത് മൈൻഡിനകത്ത് ഞാൻ വേറെയും ഒരുപാട് ഗുരുക്കന്മാർ എനിക്കുണ്ട്. ഞാൻ എല്ലാ ഗുരുക്കന്മാരും അതായത് ഈവൻ ഇഫ് ഞാൻ എടുക്കുന്ന ക്ലാസ് പോലും പല ആളുകളും പഠിപ്പിച്ചു തന്നു. അത് എൻ്റെ ലൈഫിലോട്ട് ചെയ്തു. അതിനകത്ത് നിന്നുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അത് ഞാൻ മാത്രം രക്ഷപ്പെടണ്ട അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു സർവീസ് മെന്റാലിറ്റിയോടെയാണ് ഞാനിപ്പോൾ എൻ്റെ കോച്ചിങ് ഇൻഡസ്ട്രി തന്നെ തുടങ്ങിയിട്ടുള്ളത്. അതുകൂടാതെ എൻ്റെ ഒരുപാട് കുട്ടികൾ അതായത് എൻ്റെ സ്റ്റുഡൻസ് അതായത് ഇത്രയും നാളത്തെ 16 വർഷം കൊണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരെല്ലാവരെയും അവർക്ക് എവിടെയാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ആ ഒരു കരിയറിൽ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെ മാത്രമല്ല അവരുടെ പാരൻസിനും ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു രീതിക്കാണ് എൻ്റെ ഒരു ലൈഫ് പോകുന്നത്. സോ ഇതുപോലെയുള്ള ഒരുപാട് നമുക്ക് ബാക്കിലോട്ട് നിൽക്കുന്ന എല്ലാവർക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു സത്യമാണ്. കാരണം വെച്ചാൽ ഒരുപാട് സ്ത്രീകൾ പറയുന്ന കാര്യമാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. അപ്പം എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഈ പറയും പോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, മണിയുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കരിയർ ഇഷ്യൂസ്, എല്ലാ ഇഷ്യൂസും ഉണ്ടായിരുന്നു. എല്ലാ ഇഷ്യൂസിനെയും ഞാൻ പതുക്കെ പതുക്കെ ബ്രേക്ക് ചെയ്താണ് ഇന്ന് ഞാൻ എന്ത് കാര്യവും ഏത് കാര്യവും മനസ്സിന്റെ ശക്തി കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റും. അതായത് ഈവൻ ഇഫ് ഞാനിപ്പോ നിങ്ങളടുത്ത് ക്ലാസ് എടുക്കുന്നത് പോലെ ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തിന് മുമ്പ് പോലും ഞാൻ എന്റെ വീട്ടിൽ വന്ന സമയത്ത് എനിക്കിന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും എനിക്കൊരു 8 മണിക്ക് ക്ലാസ് എടുക്കണം. അത് ഞാൻ ഡിറ്റർമിൻ ചെയ്തൊരു കാര്യമാണ്. അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ഈവൻ ഇഫ് ഞാനിപ്പോ രാത്രിയുള്ള കുട്ടികളുടെ ഡിന്നർ വരെ പ്രിപ്പയർ ചെയ്ത് അവരവരെ ഫുഡ് കഴിച്ചു. ഇതിനിടയ്ക്ക് എന്റെ ഹസ്ബൻഡിന് വയ്യ, അതുപോലെ എന്റെ മകന് വയ്യ. സോ ഇതെല്ലാം അവരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ട് എല്ലാം ചെയ്തു. കാരണം എന്റെ ഒരു ഭയങ്കര ഒരു വിഷനുണ്ട്. അത് ഞാൻ മനസ്സിനകത്ത് ഓരോ ദിവസവും വിഷ്വലൈസേഷൻ ചെയ്യും. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, എനിക്ക് ഇതൊക്കെ ചെയ്യണം, ഇതാണ് എന്റെ പ്രൈം ഇമ്പോർട്ടൻറ്റ്. എന്റെ പ്രയോറിറ്റി കൊടുത്താണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തത്. അത് വേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അത് എനിക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ, വേറെ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. സോ ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും ബോറടിച്ചില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡേ 1 അല്ലെങ്കിൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഡേ 1ന്റെ ക്ലാസ്സിൽ പോവുകയാണ്. സോ യഥാർത്ഥത്തിൽ ഈ ഫസ്റ്റ് ക്ലാസ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളോടൊരു പറയുന്ന കാര്യം, നമ്മൾ ആദ്യം സാധാരണയായിട്ട് എന്താ പറയുക, നമുക്കൊരു ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യാം. സോ അതിനകത്ത് ഞാൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന ഇതാണ്. എല്ലാ ക്ലാസ്സുകളും ഞാൻ ഇത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു ധനസമ്പാദ്യ ശേഷിയുടെ ഒരു ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതായത് ധനസമ്പാദ്യ ശേഷിയുടെ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പണത്തിനോടുള്ള മനോഭാവം എന്താണെന്ന് അറിയണം. സോ പണം എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് പേടി ഉണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ടെസ്റ്റിന് റെഡി ആണെന്നുണ്ടെങ്കിൽ 6 ടൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സോ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ണടയ്ക്കുക. ഇപ്പൊ കണ്ണടയ്ക്കേണ്ട. ഞാൻ ഒരു കൗണ്ട് പറയും. ഒരു കൗണ്ട് ഏതെങ്കിലും ഒരു കൗണ്ട് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 10 റുപ്പി എന്നൊക്കെ പറയുമ്പോൾ ഒരു കൗണ്ട് പറയും. ഈ കൗണ്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു 30 വരെ കൗണ്ട് ചെയ്യും. ഞാൻ കൗണ്ട് ചെയ്യും 1 2 മുതൽ 30 വരെ കൗണ്ട് ചെയ്യും. ഇതിനിടയ്ക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഞാൻ പറയുന്ന കൗണ്ട് നിങ്ങൾ മനസ്സിലോട്ട് ഒന്ന് കൊണ്ടുപോവുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് ആ മനസ്സിൽ ആ കൗണ്ട് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ
എവിടെയെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, റെഡിയാണോ? ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാനൊരു കൗണ്ട് പറയും, ഒരു നമ്പറിന്റെ അത് നമ്മളൊരു ക്യാഷിന്റെ കൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 റുപ്പി എന്ന് പറയുകയാണെങ്കിൽ 100 ആണ് കൗണ്ട് എന്ന് പറയുന്നത്. ഈ 100 കൗണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് ആലോചിക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ പറയുന്ന കൗണ്ട് 1 lakh. 1 lakh ആണ് കൗണ്ട്. ജസ്റ്റ് കണ്ണടച്ചിട്ട് 1 lakh നിങ്ങൾ നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ കൗണ്ട് ചെയ്യാൻ പോവാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഓക്കെ, പതുക്കെ ഇനി കണ്ണുകൾ തുറക്കുക. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കൗണ്ട് ആലോചിച്ച സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യങ്ങൾ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് പറയാം. എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കൗണ്ട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വന്ന കാര്യങ്ങൾ എന്താണ്? പറയട്ടെ? ഓക്കെ, കേൾക്കാം സർ, പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ. ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഒരു ബ്ലാക്ക്. അതായത് എനിക്ക് എപ്പോൾ ക്യാഷിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നമുണ്ട് ശരിക്കും. ഇപ്പോൾ ഒരു ചെറിയ എമൗണ്ട്, ഒരു 1000 അല്ലെങ്കിൽ ഒരു 10,000 അതിന് മേലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വൈറ്റ് ആയിട്ട് ബ്ലാങ്ക്, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് ഫുള്ള്. അല്ലാതെ ഒരു വിഷ്വലൈസേഷൻ കിട്ടുന്നില്ല. ഓക്കെ 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 ഓക്കെ, താങ്ക് യു സർ. സോ അടുത്ത ആൾക്ക് പറയാം. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? മാം വീഡിയോയിൽ വരാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. ഓക്കെ ഓക്കെ, ഫൈൻ. കാണുന്നുണ്ടോ? ഇല്ല മാം, കാണുന്നില്ല. വേറെ ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? എന്ത് പറ്റി? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല മാം, പറഞ്ഞോളൂ. ഞാൻ ഇത് കൗണ്ട് ചെയ്തപ്പോ എനിക്കൊരു 23 lakhs എന്റെ മനസ്സിലേക്ക് വന്നു. ഫൈൻ, 23 lakhs വന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്ത ആൾക്ക് പറയാം. താങ്ക് യു മാം. അടുത്ത ആള്. എനിക്ക് ഇങ്ങനെ മാഡം ഓരോ കൗണ്ട് പറയുമ്പോ ഞാൻ ഓരോ ലക്ഷം കൂട്ടി കൂട്ടി പോവുമായിരുന്നു. ഓരോ ലക്ഷം കൂട്ടി കൂട്ടി പോവായിരുന്നു. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഞാൻ എന്റെ കട ഇങ്ങനെ വിപുലീകരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിൽ കണ്ടത്. ഓക്കെ, ഫൈൻ ഫൈൻ, നല്ല കാര്യം. ഇനി പറഞ്ഞോളൂ. ഓക്കെ, പറഞ്ഞോളൂ. കേൾക്കാൻ പറ്റുന്നല്ലോ. റെഡ്മി മൈക്ക് മ്യൂട്ട് ആണേ. പറഞ്ഞോളൂ. കേൾക്കുന്നില്ല. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. മാഡം, എനിക്ക് ബ്ലാങ്ക് തോന്നിയതല്ലേ? ആയിരുന്നു. എങ്കിലും 1 lakh എന്നുള്ളത് എന്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. 1 lakh എന്നുള്ളത് മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. മൈൻഡിലുണ്ടായിരുന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഉണ്ടോ? വേറെ ആരും? പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ജസ്റ്റ് ആ കൗണ്ടിങ് സമയത്ത് ആലോചിച്ചാൽ 1 lakh ഉണ്ടായിരുന്നു. ലോണിലോട്ടും കുറച്ച് പണയത്തിലോട്ടും അടയ്ക്കാവുന്നൊരു ചിന്തയായിരുന്നു കിട്ടും. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ ഓക്കെ, 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചെയ്യായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും എല്ലാവരുടെയും റെസ്പോൺസിന് നന്ദി. സാർ മ്യൂട്ട് ചെയ്തോളൂ. സോ അതായത് നമ്മൾ ഈ ഒരു സംഭവം ഞാൻ ചെയ്യിപ്പിച്ച എന്താകുമ്പോൾ നിങ്ങൾക്ക് സാധാരണയായിട്ട് ഈ ഒരു പൈസ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപ പറയുന്ന സമയത്ത് നമുക്ക് 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഡിജിറ്റൽ കറൻസീസ് വരും, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ആ ഒരു നോട്ട് കെട്ടുകളുടെ ഒരു ഇത് വരും. ഓക്കെ, അത് ഒരു കേസ്. അതൊന്നത് നമുക്ക് 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ആ ഓരോ കൗണ്ട് ഞാൻ ചെയ്യുമ്പോഴും ഓരോ ലക്ഷം രൂപ കൂട്ടിപ്പോയി. അപ്പൊ നമുക്ക് എന്താണ്, ആ മണിയുടെ ആ ഒരു എക്സ്പാൻഷൻ ആണ് അവിടെ വരുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി, അതായത് നമുക്ക് ഈ ഒരു പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ എപ്പോഴും നോക്കുന്നത്, നമ്മൾ ഈ പണത്തിന്റെ ഒരു നോട്ട് കെട്ടുകൾക്ക് ഉപരിയായിട്ട് ഈ 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് പറ്റും.
അതായത് നമ്മൾ ഈ 1,00,000 രൂപയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീടിന്റെ റെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ ലോണിൽ കുറച്ച് അടയ്ക്കാൻ പറ്റും. ബാക്കി പലിശ കൂടെ ഉണ്ടാക്കി അത് തീർക്കാം. എന്താ മാം പറഞ്ഞത് കേട്ടില്ലായിരുന്നു? ബാക്കി പൈസയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കടം തീർക്കാമായിരുന്നു, അതാണോ ഉദ്ദേശിച്ചത്? അതെ അതെ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി വേണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരാൾ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനുള്ള നല്ലൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലോട്ട് പൈസ വരത്തുള്ളൂ. ഇപ്പം എനിക്ക് പൈസ വേണം എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കുന്നതിന് പകരമായിട്ട് ആ പൈസ എന്തിനൊക്കെയാണ് നമ്മൾ വിനിയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനിപ്പം നമുക്കറിയാം, ഒരു മാസം 1,00,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുറേ ആവശ്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പം ഈ ആവശ്യങ്ങളിൽ 1 by 1 ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റണം. ഇങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് ഇതാണ് എൻ്റെ യൂട്ടിലൈസേഷൻ, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഷെയർ പർച്ചേസ് ചെയ്യുന്നു, ഞാൻ ബാങ്കിൽ EMI അടയ്ക്കുന്നു, കുട്ടികളുടെ സ്കൂളിൽ എഡ്യൂക്കേഷന് കൊടുക്കുന്നു, ഫുഡ് വാങ്ങിക്കുന്നു, ഒരു ട്രിപ്പ് പോകുന്നു. സോ ഇങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് പറയുമ്പോഴായിരിക്കും മണി നമ്മുടെ അടുത്ത് വരുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ദൈവം തന്നിട്ട് ഒരു വരദാനം പോലെ നിങ്ങൾക്ക് ഇപ്പൊ 10,00,000 രൂപ തന്നാല് ആ 10,00,000 രൂപ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്കറിയണം. അല്ലാന്നുണ്ടെങ്കിൽ ആ 10,00,000 രൂപ നമ്മുടെ കയ്യിൽ തന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ എന്തായിരിക്കും, അത് വേസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ പൈസ വരണമെന്നുണ്ടെങ്കിൽ ആ പൈസ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നറിയണം. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര രൂപയാണ് സാലറി എന്ന് ചോദിക്കുമ്പം എല്ലാ ആൾക്കാരും പറയുന്നത് നമുക്ക് കിട്ടുന്ന സാലറിയുടെ 4 മടങ്ങ് 5 മടങ്ങ് കൂട്ടിയായിരിക്കും പറയുന്നത്. കാരണം ഞാനൊരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ ഞങ്ങളും ഗവൺമെന്റ് ടീച്ചേഴ്സും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഓരോ ബില്ലുകൾ എഴുതുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ 10 ഇരട്ടിയാണ് അവർക്ക് സാലറി കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പോ ബില്ല് എഴുതാനായിട്ട് പോയിരിക്കുമ്പം അവർ നമുക്ക് ബില്ലിന്റെ ഫോം തരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രൈവറ്റ് ടീച്ചേഴ്സ് നോക്കും, ടീച്ചർ എത്ര എഴുതി, ടീച്ചർ എത്ര എഴുതി. കാരണം നമുക്ക് കിട്ടുന്ന സാലറിയുടെ 10 മടങ്ങായിരിക്കും നമ്മൾ അവിടെ എഴുതാനായിട്ട് നോക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് എത്ര സാലറി ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇൻകം ആണോ കിട്ടുന്നത്, ആ ഇൻകത്തിന്റെ 70% നിങ്ങൾ പറയാവൂ. അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലാച്ചാൽ, അതായത് നമുക്കിപ്പോൾ ഒരു 50,000 രൂപ മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ മന്ത്ലി 50,000ന്റെ നമുക്ക് എന്താണ് 70% ആണ് എൻ്റെ ഇൻകം ആയിട്ട് പറയുന്നത്. അതത്രയും നമ്മൾ പറയാവൂ. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇൻകം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും അയ്യോ ഫോർ എക്സാമ്പിൾ 50,000 വേണ്ട 10,000 പറഞ്ഞുതരാം, 10,000 ആണ് എൻ്റെ ഇൻകം എങ്കിൽ ഞാൻ പറയാണ് 70%, അതായത് എനിക്ക് 7,000 രൂപയാണ് എൻ്റെ സാലറി എന്ന് പറയാം. ഈ 3,000 രൂപ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അതായത് പണം ഒരിക്കലും നമ്മുടെ കയ്യിലിരുന്നാൽ ഒരിക്കലും പണം വളരില്ല. ഈ പണം വളരില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഒന്നുകിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക, ഒന്നുകിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളിപ്പോ ഓരോരുത്തരും പറയും അയ്യോ എനിക്ക് ഇത്രയും കടമാണല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും? അവിടെയാണ് നമ്മൾ യുക്തി പ്രയോഗിക്കാനുള്ളത്. നമ്മൾ ഒരു സൈഡിൽ കൂടി കടം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോൺസ് EMIs ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ 30% രൂപ എന്ത് ചെയ്യണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു 10,000 രൂപയിൽ 7,000 രൂപയായിരിക്കും നിങ്ങൾ ചെലവാക്കുന്നത്. അങ്ങനെ ഒരു 10 മാസം കഴിയുമ്പം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, 30,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. അതേസമയം നിങ്ങൾ ഈ 30,000, അതായത് ഈ 10,000 രൂപയും നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഈ മാസം കഴിയുമ്പോൾ അടുത്ത മാസം നമുക്ക് വീണ്ടും സാലറിയുടെ പേഴ്സൺസ് ആണെങ്കിൽ സാലറി വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വോളിയൂംസ് എല്ലാം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എത്ര ക്യാഷ് നിങ്ങൾ ജനറേറ്റ് ചെയ്താലും അതിന്റെ 30% നിങ്ങൾ മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഏതൊരു കടമാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വോളിയം നമുക്ക് കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് നമുക്ക് കുറേയേറെ ഈ പണം എന്ന് കേൾക്കുമ്പോൾ ആർക്കൊക്കെയാണ് പേടിയുള്ളത്? പണം എന്ന് കേൾക്കുമ്പോൾ എനിക്കൊന്ന് ജോസഫ് സാർ പറഞ്ഞു ഒരു എമൗണ്ടിന് അപ്പുറം സാറിന് ആലോചിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അതൊരിക്കലും തെറ്റില്ല. കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ബിലീഫാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ പതുക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മൾ പണം അട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ഒരുപാട് മണി ബ്ലോക്ക് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. ഒരുപാട് മണി ബ്ലോക്ക് ഉണ്ടായിരുന്നു.
അതായത് ഓരോ പ്രാവശ്യവും ഞാൻ എൻ്റെ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ മണി ബ്ലോക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും പറയാം, അതായത് ഞാൻ ഒരുപാട് പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യും, എന്ത് വേണോ ചെയ്യും. പക്ഷെ എനിക്ക് എന്നിലോട്ട് വരുന്ന പൈസയ്ക്ക് ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഈ പറയും പോലെ എൻ്റെ ഒരുപാട് മെന്റേഴ്സ് എന്നെ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും അവരോട് നന്ദി പറയുന്നുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ഓരോ ബ്ലോക്കും മാറ്റി തന്നത് എൻ്റെ മെന്റേഴ്സ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ഞാൻ അവരോട് സംസാരിക്കുമ്പോഴും പറയും, സർ ഇതാണ് എൻ്റെ പ്രശ്നം, സർ മാം ഇതാണ് എൻ്റെ പ്രശ്നം. ഇങ്ങനെ പറയുന്ന സമയത്ത് അവരെന്നോട് ഓരോ ടിപ്പുകൾ പറഞ്ഞിരുന്നു. ആ ടിപ്പുകൾ ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. ഇന്നിപ്പോ എന്നോട് മണി ബ്ലോക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് മണി ബ്ലോക്ക് ഇല്ലെന്ന് പറയും. കാരണം വെച്ചാൽ ഞാൻ ഇന്നിപ്പോ പറയണം, എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, നല്ല വിഷ്വലൈസേഷൻ ചെയ്ത് എനിക്ക് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് എമൗണ്ട് വരും. അത് ഇന്നലെ രാവിലെ ഞാൻ ഉറക്കം എണീക്കുന്നത്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ എനിക്ക് എൻ്റെ 3000 rupees എനിക്ക് അയക്കുന്നു. അങ്ങനെ കണ്ടാണ് ഞാൻ ഇന്നലെ ഉറക്കം എണീക്കുന്നത്. അപ്പൊ ഇത് എൻ്റെ ഒരു ഭയങ്കര വിഷ്വലൈസേഷൻ. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് വരിക. അങ്ങനെ ഒരുപാട് ക്യാഷ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പം എൻ്റെ അക്കൗണ്ടിലോട്ട് വരുത്താനായിട്ട് പറ്റുന്നുണ്ട്. സോ തീർച്ചയായും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. എങ്കിൽ എനിക്ക്, അതായത് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണ്, ഒരു മണി ബ്ലോക്ക് ഉണ്ടായിരുന്ന ഞാൻ മണി ബ്ലോക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞത് 100% ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. ആരോട് ചോദിച്ചാലും, എൻ്റെ ഏത് മെന്റേഴ്സിനോട് ചോദിച്ചാലും ഈ ഒരു കാര്യം പറയും. കാരണം എന്താ, ഞാൻ ഓപ്പൺ ആയിട്ട് അവരോട് പറയുന്നത് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്കിത് മാത്രമാണ് എൻ്റെ ഏറ്റവും കൂടുതൽ, ബാക്കി എന്തും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ള കാര്യം, റിയാലിറ്റീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്ത് കുറവുണ്ടെങ്കിലും ആ കുറവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ എന്നെ നോക്കുക, എനിക്ക് ഇതിലിരിക്കുന്ന പലരെയും അറിയത്തില്ല. എനിക്ക് ആകെ അറിയാന്നുള്ള ജോസഫ് സാറിനെ മാത്രമേ ഉള്ളൂ, ബാക്കി ആരെയും എനിക്ക് അറിയത്തില്ല. കാരണം എന്തുവാണ്, നിങ്ങൾ എന്റെ ആഡ് കണ്ടു, എവിടെ നിൽക്കുകയോ ഇരുന്ന് എനിക്ക് ഇങ്ങനെ മെസ്സേജസ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിശ്വസിച്ച് എന്റെ കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് തീരാത്ത നന്ദിയുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ എന്റെ ഒരൊറ്റ ആഡ് മാത്രമേ കണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ആരാണെന്നോ, ഞാൻ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ള എല്ലാം നിങ്ങൾ, അതായത് യൂണിവേഴ്സ് നിങ്ങളെ, എനിക്ക് വേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ അലൈൻ ചെയ്തു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ പ്രപഞ്ചം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ആ പ്രപഞ്ചത്തിൽ എവിടെയോ ഇരുന്നവരാണ്, കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്ന ആൾക്കാര്, എന്റെ ദേശത്തുള്ളവർ ഇവിടെ ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്, എന്നാലും പല സ്ഥലങ്ങളിലും, മലപ്പുറം ഉണ്ട്, എറണാകുളം ഉണ്ട്, കാസർഗോഡ്, അപ്പൊ ഇവരൊക്കെയുള്ള പല ആളുകളെയും ഞാൻ കണക്ട് ചെയ്ത്, അപ്പൊ യൂണിവേഴ്സ് ആണ് എനിക്ക് കണക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഇപ്പം ഞാൻ ഒരു കാര്യം പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഇതേപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ആൾക്കാരുമായിട്ട് ഞാൻ അലൈൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പണത്തിന്റെ കാര്യത്തിലോട്ട് ഇങ്ങനെ വരാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങളുടെ ധനസമ്പാദ്യ ശേഷിയാണ്. ഇത് നിങ്ങൾ എപ്പോഴും ചെയ്ത് നോക്കുക. അതായത് ഈ പറയും പോലെ നിങ്ങളുടെ 1 ലക്ഷം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെറിയൊരു കൗണ്ട് നോക്കുക. 10,000 രൂപ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ 10,000 രൂപയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അതിന് നല്ലൊരു ക്ലാരിറ്റി വേണം. അതായത് ഇപ്പം 20,000 രൂപ, അത് 10,000 രൂപയിൽ നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, 10,000-ൽ നിന്നും നിങ്ങൾ 20,000-ത്തിലോട്ട് പോവുക. അപ്പം 20,000 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ അതിന് കറക്റ്റ് ആയിട്ട് ഒരു പ്ലാനിങ് വേണം. സോ ഇപ്പം എന്റെ കയ്യിൽ 20,000 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് EMI അടയ്ക്കും എന്നൊരിക്കലും പറയരുത്. EMIക്ക് ഒരു പെർസെൻറ്റേജ് വെക്കുക. ഇപ്പൊ നമുക്കിപ്പം കുട്ടികളുടെ ഫീസ് ഉണ്ടെങ്കിൽ അതിന് ഒരു പെർസെൻറ്റേജ് വെക്കുക. അതിനൊക്കെ ഉപരിയായിട്ട് നമുക്ക് വേണ്ടി, അത് നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ എന്നും പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും എനിക്ക് അറിയാന്നുണ്ടെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഓരോ ക്ലാസ്സിലും ഇരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയെ പോലെ. കാരണം എന്താണ്, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഇതെല്ലാം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ ക്ലാസ്സുകളും ഞാൻ, എന്റെ മെന്റേഴ്സിന്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമുക്ക് അങ്ങനെ ഇരുന്നാൽ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് 10,000 രൂപ എന്ന് ആലോചിച്ച് നോക്കുക, അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാകുക. പിന്നെ അതിനുശേഷം എന്തേക്കുക, 20,000 രൂപ നോക്കുക. പിന്നെ അതിനുശേഷം 30,000 രൂപ നോക്കുക. സോ ഇങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഓരോ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ കാര്യത്തിന് മാത്രം ചെയ്യാതെ ആ 10,000 രൂപയ്ക്ക് നമ്മുടെ ഹെൽത്തിന്റെ കാര്യങ്ങൾ നോക്കണം. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 4 ഫാക്ടേഴ്സ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്തായാലും കുറെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ അതിനൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിനൊക്കെ എന്തൊക്കെയാണ് ആവശ്യം, അത് നമ്മൾ നോക്കുക. പിന്നെ അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ കുട്ടികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. സോ ഇവർക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരൊക്കെ കൂടെ നമുക്കൊരു ടൂർ പോകാനോ, അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്ങിനോ, അല്ലെങ്കിൽ നമുക്കൊന്ന് വിളിച്ചവർക്ക് ഫുഡ് കൊടുക്കാനോ, സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കത് ചെലവാക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം.
പിന്നെ അതിനുശേഷം നമുക്ക് നമ്മുടെ കരിയർ വൈസ് നമുക്ക് ഓരോ പുതിയ കാര്യങ്ങളായിട്ട് പഠിക്കാം. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതുതായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിനോ അങ്ങനെയുള്ള കരിയറിലുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് മണി. സോ മണി എന്ന് പറയുമ്പോൾ മണിക്ക് വേണ്ടി മണി ഇൻവെസ്റ്റ് ചെയ്യുക. സോ മണി എന്ന് പറഞ്ഞൊരു ഫാക്ട് മാത്രം. മണി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു പേപ്പർ അല്ല. മണി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു RBI അല്ലെങ്കിൽ ഗവർണർ ഒപ്പിട്ട ഒരു പേപ്പർ അല്ല. ആ പേപ്പറിന്റെ ഭാഗത്ത് ഒരുപാട് കാര്യം, അതൊരു എനർജിയാണ്. സോ മണി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കും, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 1,00,000 രൂപ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫിസിക്കൽ മണി, അതായത് നിങ്ങളുടെ കയ്യിൽ നോട്ട് കെട്ടുകൾ, 1,00,000 രൂപയുടെ നോട്ട് കെട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് സന്തോഷമായിരിക്കില്ല. കാരണം എന്തുകൊണ്ട്, എന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്കൊരു വിഷമമോ അല്ലെങ്കിൽ പ്രയാസമോ ഒന്നും നമുക്ക് ഉണ്ടാകാനായിട്ട് വരില്ല. കാരണം എന്തുകൊണ്ട്, നമ്മൾ അത്രയും കോൺഫിഡന്റ് ആണ്. എന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട് എന്നുള്ളൊരു കോൺഫിഡന്റ് ആണ്. നിങ്ങൾക്ക് മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു കൗണ്ട്, അതായത് ചിലപ്പോൾ ഒരു 5,000 അല്ലെങ്കിൽ 10,000, ഈവൻ അത്രയും പറ്റിയില്ലെങ്കിൽ പോലും 2,000 റുപ്പീസ് എങ്കിലും നിങ്ങൾ എപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. അത് നമ്മൾ ലിക്വിഡ് മണി ആയിട്ട് തന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുക. കാരണം വെച്ചാൽ അത് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബലമാണ്. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ 5,000, 10,000 രൂപയൊക്കെ എൻ്റെ ബാഗിനകത്തൊക്കെ വെക്കുമായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴാണ് ഞാൻ എന്റെ കയ്യിൽ 10,000 രൂപ ഉണ്ടല്ലോ, ചിലപ്പോൾ 5,000 രൂപ, ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ 500 രൂപയുടെ നോട്ടെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഭയങ്കര സന്തോഷിക്കും. കാരണം വെച്ചാൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഈ 500 എന്ന് പറയുന്നത് നമുക്കൊരു 5 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷത്തിന്റെ ആ ഒരു എന്താണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം നമുക്ക് എന്താ നമ്മൾ പറയാം, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് പോലെ നമുക്ക് അത് നിൽക്കാറുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾക്ക് പണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് മണി, ഏതെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് ലിക്വിഡ് മണിയെങ്കിലും നിങ്ങൾ കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അത് ഉപയോഗിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇരിക്കും തോറും നമുക്കൊരു ബലമാണ്, നമ്മൾ പറഞ്ഞില്ല ഒരു ശക്തിയാണെന്നുള്ളത്. അത് നമ്മുടെ മണി എപ്പോഴും നമ്മുടെ എനർജിയാണ്. നമ്മുടെ കയ്യിൽ മണി ഒന്നും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഈ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട്, ഒരുപാട് ആളുകൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഈ ഒരു ആഡ് കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ പറയും എനിക്ക് വിഷമാഞ്ച കഴിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറയും. ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം വെച്ചാൽ നമുക്ക് എന്തുമാത്രം കാര്യങ്ങളാ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലേ. നമുക്ക് ദൈവം നമുക്ക് നല്ലൊരു ശരീരം, അല്ലെങ്കിൽ നല്ല ബുദ്ധി, അല്ലെങ്കിൽ നല്ല കണ്ണുകൾ, നല്ല കാലുകൾ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. മണി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു എനർജിയാണ്. സോ മണി എന്ന് പറഞ്ഞാൽ വെറും ഒരു പേപ്പർ കെട്ടല്ല, അതൊരു എനർജിയാണ്. അതായത് നമ്മുടെ സമയവും നമ്മുടെ എനർജിയും കൂടി അതിന് വേണ്ടി നമ്മൾ ഓരോ ആളുകളും ജോലി ചെയ്യാറുണ്ട്. ജോലി ചെയ്യുമ്പോൾ ചില ആളുകൾ 8 മണിക്കൂർ ജോലി ചെയ്യും, അല്ലെങ്കിൽ 10 മണിക്കൂർ ജോലി ചെയ്യും, അല്ലെങ്കിൽ 12 മണിക്കൂർ ജോലി ചെയ്യും. ചില ആൾക്കാർ 5 മണിക്കൂർ ജോലി ചെയ്യും, ചില ആൾക്കാർ 2 മണിക്കൂർ ജോലി ചെയ്യും. സോ ഈ ജോലി എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സമയമുണ്ട്, അതുപോലെ തന്നെയാണ് നമ്മുടെ എനർജിയും ഉണ്ട്. ഈ സമയത്തിന്റെയും എനർജിയുടെയും ആകെ തുകയാണെന്ത് നമ്മുടെ മണി എന്ന് പറയുന്നത്. സോ മണിയുടെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ നമ്മുടെ മണി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സമയം, അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിശ്ചിത കാലത്ത്, നിശ്ചിത സമയപരിധിക്കുള്ളിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ മണി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്നാന്ന് ആലോചിച്ച്, ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നവരായിരിക്കും. ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താണ് വേറൊരാളുടെ അല്ലെങ്കിൽ ഒരു കമ്പനിയിലായിരിക്കും ജോലിക്ക്. അപ്പൊ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ സെർവ് ആണ് ചെയ്യുന്നത്. അപ്പൊ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സമയം ചെലവഴിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ബിസിനസ് ആണ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ ടൈമിൽ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ എത്ര പ്രോഡക്റ്റ് സർവീസ് നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ മണി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മണി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ആണ് അല്ലെ. ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. കാരണം എന്തുകൊണ്ട്, ഇപ്പം എന്റെ കയ്യിൽ കിട്ടുന്ന ഒരു 5,000 രൂപ, ഓക്കെ, 5,000 രൂപ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ 5,000 രൂപയിൽ ഞാൻ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷോപ്പ് ചെയ്യുന്ന ഷോപ്പ് കീപ്പറിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പം എന്റെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്ത് ഞാൻ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്, എനിക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. മണി എപ്പോഴും എന്താണ്, നമ്മുടെ കയ്യിൽ വരുന്ന മണി, ഇപ്പൊ നിങ്ങളെ നോക്കുക, നിങ്ങളുടെ മാസം ആദ്യം കിട്ടുന്ന പൈസ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കാണത്തില്ല, ഒരു പകുതി അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ മണി കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടോ ആരുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മൾ ചെലവാക്കുന്നത് കൊണ്ടാണ് അത് ഡ്രെയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ മണി എപ്പോഴും ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മണി എന്ന് പറഞ്ഞ സംഭവം ഇതാണ്.
ഇപ്പൊ നമുക്ക് സമ്പത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ വെൽത്ത് എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു ഇൻകം ജനറേറ്റിംഗ് അസറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നമ്മുടെ വെൽത്ത് ആയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ 70% നിങ്ങൾ പറയുകയും 30% നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അസറ്റുകൾ വാങ്ങിച്ചിടുകയും ചെയ്യുക. അതായത് നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ അത് നിങ്ങളുടെ ആപ്റ്റ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലോട്ട് ചെയ്യുക. അത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ സ്റ്റഡി ചെയ്യുക കേട്ടോ. ഒരിക്കലും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി ഇതാക്കരുത്. നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ഞാൻ ഇപ്പം ഇന്നത്തെ ക്ലാസ്സിനകത്ത് ക്ലാരിറ്റി വരാനായിട്ട്, അപ്പം ഇത്രയും ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ, ഇപ്പൊ നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ കുട്ടിക്കാലത്തോട്ട് പോവേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ പണത്തിനെ പറ്റി കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ പണത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ? നമ്മൾ കേൾക്കുന്ന കാര്യം ഞാൻ വേണമെങ്കിൽ പറയാം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന, സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് പണം മരത്തിൽ കായ്ക്കില്ല, അല്ലെ? ഇതെല്ലാരും കേട്ടിട്ടുള്ള കാര്യമല്ലേ? അതെ, പണം മരത്തിൽ കായ്ക്കില്ല, കഷ്ടപ്പാടാണ്, കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കണം, ഹാർഡ് വർക്കിലൂടെ പറ്റുള്ളൂ, പിന്നെ പൈസ ചെലവാക്കരുത്. ഇങ്ങനെ പണം വരും, ഇന്ന് വരും, നാളെ പോവും, അങ്ങനത്തെ കുറെ. ഇതൊക്കെയാണ് നമ്മുടെ പാസ്റ്റ്, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കൊണ്ടല്ല. ഇത് കാരണം നമ്മുടെ പാരന്റ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സുമായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ കടകളിലൊക്കെ പോയി നമ്മൾ ഇങ്ങനെ ഈ മിഠായിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വെറുതെ പൈസ കളയരുത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്കവിടെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്താൽ കിടക്കും. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ വിശ്വസിക്കും. ഇതിനാണ് നമ്മുടെ പാസ്റ്റ് ബിലീഫ് എന്ന് പറയുന്നത്. ഈ പാസ്റ്റ് ബിലീഫ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് മണി നമ്മുടെ അടുത്തോട്ട് വരാത്തത്. അതായത് ഇപ്പൊ നമ്മൾ ഇതിന്റെ കുട്ടികളോടായാലും പറയും ഇത്രയും പൈസ ഇട്ട് ചെലവാക്കരുത്. പക്ഷെ നമ്മൾ അങ്ങനെ അല്ല പറയാനുള്ളത്. പൈസയുടെ വാല്യൂവിന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് പണം എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അതായത് പണ്ട് കാലത്ത് നമുക്കറിയാം ബാർട്ടർ സിസ്റ്റം ആയിരുന്നല്ലേ. അതായത് പണ്ട് നമ്മൾ തേങ്ങ കൊടുത്തിട്ട് അരി വാങ്ങിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പം ഒരു തേങ്ങ കൊടുത്ത് ഒരു മുട്ട വാങ്ങിക്കുന്ന പറയുമ്പോൾ മുട്ട എത്രയോ എന്നാലും ഒരു തേങ്ങ കിട്ടുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഒരു നോട്ട് കെട്ട് വരാൻ തുടങ്ങി. അതായത് നോട്ട് വരാൻ, അതായത് വെറും ഒരു പ്ലെയിൻ നോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ നോട്ടിനകത്ത് ഒരാൾ സൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കറൻസി വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാസ്റ്റ് ട്രോമാസ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മണി നമ്മുടെ അടുത്തോട്ട് വരാത്തത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല്, നിങ്ങൾ സാധാരണയായിട്ട് നല്ല പണക്കാർ, നിങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാടുള്ളവരുണ്ടായിരിക്കും. നിങ്ങൾ ഈ പണമുള്ള ആൾക്കാരെ എങ്ങനെയാണ് നോക്കുന്നത്? മുകളിലോട്ടാണോ നോക്കുന്നത്, താഴോട്ടാണോ നോക്കുന്നത്? പണമുള്ള ആൾക്കാരെ കാണുമ്പോൾ മുകളിലേട്ടാണ്. അതേസമയം നിങ്ങളെക്കാളും പണം കുറഞ്ഞ ആൾക്കാരെ എങ്ങനെ നോക്കും? താഴോട്ട് നോക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പണം എപ്പോഴും ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, പണം എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പതുക്കെ നമ്മുടെ എന്ത് ചെയ്യുക, എനർജിയെ പതുക്കെ റേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ട് നമ്മൾ പോകാനായിട്ട് പഠിക്കണം. അങ്ങനെ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മണി നമ്മളെടുത്തോട്ട് വരത്തുള്ളൂ. നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങളെക്കാളും പണം കുറഞ്ഞ ഒരുപാട് ആൾക്കാരെ നിങ്ങൾ എപ്പോഴും താഴോട്ടാണ് നോക്കുന്നത്, പണം ഉള്ളവരെ മുകളിലോട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ആ ഒരു വേവ് ഉണ്ടല്ലോ, ആ ഒരു എനർജിയുടെ ആ ഫ്രീക്വൻസി, നമ്മൾ മണി ഫ്രീക്വൻസി മാറ്റുക. അത് നമുക്ക് മണിയുമായിട്ട് ഒരിക്കലും ഒത്തുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ബിലീഫുകൾ മാറ്റുക. ആ പാസ്റ്റ് ബിലീഫിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ചങ്ങലകളെ പൊട്ടിച്ച് പതുക്കെ കളഞ്ഞാൽ, ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ നിങ്ങളുടെ കൂടെ നിന്ന് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ ആ പാസ്റ്റ് ബിലീഫുകൾ എന്ത് ചെയ്യുക, പതുക്കെ പൊട്ടിച്ച് കളയാം. യഥാർത്ഥത്തിൽ എന്റെ പാസ്റ്റ് ബിലീഫ് കടന്നത് എത്രാമത്തെ വയസ്സിലാണോ? 12ാമത്തെ വയസ്സിലാണ്. 12-11 വയസ്സാണ്. 11ാമത്തെ വയസ്സിൽ കിടന്ന എന്റെ പാസ്റ്റ് ബിലീഫാണ് എനിക്കിപ്പോഴും ആ ഒരു ബിലീഫിന്റെ ആ ഒരു പ്രോബ്ലമാണ് എനിക്ക് ഇപ്പോഴും നിലനിന്നത്.
കാരണം വെച്ചാൽ അത് ഞാൻ പതുക്കെ 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 അതുവരെ പോയി അവിടെ നിന്ന് ഹീൽ ചെയ്ത് താഴെ ഇറങ്ങി. ആ ഹീലിംഗ് ചെയ്തപ്പോഴാണ്, ഞാൻ ആ ഒരു ഹീലിംഗ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷെ ആ ഒരു പ്രായം ഞാനൊന്ന് ആലോചിച്ച് നോക്കുമ്പം അപ്പോഴും വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവിടെ എന്തോ സംതിങ് എന്നെ ബാക്ക് ചെയ്ത് നിർത്തിയ ഏതോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിലോട്ട് നമ്മൾ ഇറങ്ങിപ്പോവുക. അങ്ങനെ നമ്മളൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് നടത്താനായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മുടെ എനർജിയുടെ അല്ലെങ്കിൽ നമ്മുടെ പണത്തിന്റെ എന്ത് ചെയ്യുക, വൈബ്രേഷൻ മാറ്റുക. അല്ലെങ്കിൽ നമ്മുടെ പണത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴും പണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആ പണം എന്ന് ആലോചിക്കുമ്പോൾ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കുക. പണത്തിനെ ബ്രേക്ക് ചെയ്യുക. സോ പണത്തിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്. ഇപ്പം എൻ്റെ കയ്യിൽ പണം ഉണ്ടെന്ന് തന്നെ പറയാം. നിങ്ങൾ എപ്പോഴും കണ്ണടച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുക, കണ്ണടയ്ക്കുക. ജസ്റ്റ് കണ്ണടച്ചിട്ട് കൈ രണ്ടും മുറുക്കുക. രണ്ട് കൈയും മുറുക്കി വെച്ചിട്ട് നിങ്ങൾ പറയാം ഐ എം എ മണി മാനിഫെസ്റ്റർ. ഇങ്ങനെ പറയാം ഐ എം എ മണി മാനിഫെസ്റ്റർ, ഐ എം എ മണി മാനിഫെസ്റ്റർ, ഐ എം എ മണി. അത് നിങ്ങൾ പതുക്കെ പറയുമ്പോൾ നിങ്ങൾ അത് റേസ് ചെയ്ത് പോവുക. ഐ എം എ മണി മാനിഫെസ്റ്റർ പറയാം ഐ എം എ മണി മാനിഫെസ്റ്റർ, 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 ഐ എം എ മണി മാനിഫെസ്റ്റർ. നിങ്ങളത് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ സാധാരണയായിട്ട് നിങ്ങൾ ജസ്റ്റ് അതുപോലെ നിങ്ങളുടെ കൈ ഉണ്ടല്ലോ, രണ്ട് കൈ ഇങ്ങനെ നേരെ വെച്ചിട്ട് കൈ രണ്ട് നേരെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കുക ഐ എം എ മണി മാനിഫെസ്റ്റ് എന്ന് പറയാം. പറഞ്ഞ് പതുക്കെ നിങ്ങൾ അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൈ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും, മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഐ എം എ മണി മാനിഫെസ്റ്റർ, ഐ എം എ മണി മാനിഫെസ്റ്റർ, ഐ എം എ മണി. നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൈ എങ്ങനെയാണ് പോകുന്നത് അറിയാം. ഐ എം എ മണി മാനിഫെസ്റ്റർ, 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 ഐ എം എ മണി മാനിഫെസ്റ്റർ. ഇനി അടുത്ത നിങ്ങൾ തിരിച്ചു പറഞ്ഞു ഐ എം നോട്ട് മണി മാനിഫെസ്റ്റ്, 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 ഐ എം നോട്ട് മണി. അപ്പം നിങ്ങൾക്ക് താഴോട്ട് കൈകൾ പോകുന്നുണ്ടായിരിക്കും. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ ഐ ആം എ മണി മാനിഫെസ്റ്റർ എന്ന് പറഞ്ഞപ്പോ കൈ മേലേക്ക് പോയില്ല, പക്ഷെ നോട്ട് മാനിഫെസ്റ്റർ പെട്ടെന്ന് താഴോട്ട് പോയി. കാരണം വെച്ചാൽ എനർജി ലെവൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ അവിടെ വേണം ഇതാക്കാനായിട്ട്. അതായത് നമ്മളത് പറയാം, നമ്മൾ എപ്പോഴും മണി മാനിഫെസ്റ്റർ ആണ് എന്നുള്ള കാര്യം നമ്മൾ പറയാം. നമ്മൾ എപ്പോഴും ത്രൂ ഔട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ സാറിന് നോക്കുമ്പോൾ അറിയാൻ പറ്റും, എന്റെ നോക്കിയാൽ മതി. ഐ എം എ മണി അത് കണ്ടു. ഐ എം എ മണി മാനിഫെസ്റ്റ്, ഐ എം എ മണി. ഞാൻ പറഞ്ഞു ഐ എം നോട്ട് മണി മാനിഫെസ്റ്റ്, 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 ഐ എം നോട്ട്. ഇത് താഴെ ഓട്ടോമാറ്റിക്കലി പോകും. സാർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. കൈ രണ്ടും വെച്ചിട്ട് നിങ്ങൾ പറയാം, നിങ്ങളുടെ പേര് പറയാം, നിങ്ങളുടെ പേരെന്താണെന്ന് പറയാം. വെറുതെ പേര് പറഞ്ഞാൽ മതി. നിങ്ങളുടെ പേര് ഐ ആം. ഇപ്പം സാർ ഐ എം ജോസഫ്, ഐ എം ജോസഫ് എന്ന് പറയാം. ഐ ആം ജോസഫ്, 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 ഐ ആം ജോസഫ്. കൈ ഊന്നുന്നുണ്ട്. ഇനി ഐ ആം വേറെ എന്തെങ്കിലും വൈഫിന്റെയോ കുട്ടികളുടെയോ അമ്മയുടെയോ അച്ഛന്റെയോ ഒന്ന് പേര് പറഞ്ഞു നോക്കിയേ, അതേ കൈ വെച്ചിട്ട്. ഐ ആം മേരി, ഐ ആം മേരി. താന്നു പോകുന്നുണ്ട്. കാരണം ഇതാണ് നമ്മുടെ വേവ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം ഓക്കെ ആണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൾ, നിങ്ങൾ ഈ ഒരു എക്സസൈസ് മാത്രം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ ദിവസവും ഇരുന്നിട്ട് ചെയ്യുക, ദിവസവും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പം ഇതിപ്പോ നിങ്ങൾക്ക് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഐ ആം സ്ട്രോങ് എന്നോ എന്തെങ്കിലും ഒരു ഐ ആം ചേർത്തിട്ട് നിങ്ങൾ ഒരു അഫർമേഷൻ പറഞ്ഞു നോക്കുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പറ്റും. ഐ ആം സ്ട്രോങ്, പവർഫുൾ എന്നൊക്കെ പറയുമ്പോൾ മേലേക്ക് പോകും. നമ്മളാണ് മണി റിലേറ്റ് ചെയ്ത് എന്ത് കാര്യമാണെങ്കിലും അവിടെ ബ്ലാങ്ക്, അല്ലെങ്കിൽ എന്തോ സംതിങ്, ഒരു മടിയോ ബ്ലോക്കോ എന്താന്ന് പറയാൻ തന്നെ ഒരു പരിധിവരെ അറിയത്തില്ല എന്ന് വേണം പറയാൻ. അത് നമുക്ക് മൂന്നാമത്തെ ദിവസം ഒരു ഹീലിംഗ് വരുന്നുണ്ട്. അതിനകത്ത് ഏതാണ്ടൊക്കെ ശരിയാവും. മൂന്നാമത്തെ ദിവസം, മൂന്നാമത്തെ ഡേയിൽ ഒരു ചെറിയൊരു ഹീലിംഗ് വരുന്നുണ്ട്. അതിനകത്ത് മിക്കവാറും ചില പ്രശ്നങ്ങൾ നമ്മൾ ഈ പറയുമ്പോൾ മണി എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫീലിങ്സുകൾ നമ്മൾ എഴുതി വെക്കുക. ഈ പറയാൻ പോലെ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കാം, ഇങ്ങനെ ഇത്രയും പൈസ ഉണ്ടാക്കണ്ടേ. ഇപ്പം നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സുകളെല്ലാം എഴുതി വെക്കുക, നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം എഴുതി വെക്കുക. മണി എന്ന് കേൾക്കുമ്പോൾ ഇമോഷൻസ്, ഈ ഇമോഷൻസിന് നിങ്ങൾ എഴുതി. ഇന്നിപ്പോൾ ഡേ 1 ആണ്. ഈ ഡേ 1 നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുക. അതായത് മണി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ കേട്ട കാര്യങ്ങളും ഇപ്പോഴും മണി എന്ന് ആലോചിക്കുമ്പോൾ, അത് മണി എന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് മണി എന്ന് ആലോചിക്കുക. മണി എന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ഡൗൺ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. എപ്പോഴും ഈ പറഞ്ഞ കാര്യമാണ്. മണി എന്ന് പറയുമ്പോൾ
പെട്ടെന്ന് എനർജി ഡൗൺ ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ തീരെ താല്പര്യമില്ല. തീരെ താല്പര്യമില്ല. അത് അങ്ങനെ വരുന്ന സമയത്ത് ഈ മണി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മണി വെച്ചിട്ട് എവിടെയെങ്കിലും പോയ സന്ദർഭങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് ഘട്ടത്തിലൊക്കെ ചിലപ്പോൾ മണി നമുക്ക് എവിടെന്നെങ്കിലൊക്കെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഉണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിന് അവിടെ കൊടുക്കുക. അതായത് മണി എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഓക്കെ. പക്ഷെ ഓക്കെ. അതേസമയം ഈ ഒരു മണി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത സമയത്ത് എൻ്റെ കയ്യിൽ മണിയില്ല, പക്ഷെ വേറൊരാൾ നമ്മളെ സഹായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത ഒരു കാര്യം, ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ. മണിയുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും ഇൻസിഡൻസ് എല്ലാവർക്കും നടക്കുന്നത്. കാരണം അതെ, ശരി തന്നെയാണ്. ആ ഇൻസിഡൻസ് അവിടെ പോസിറ്റീവായിട്ട് നടന്ന ഇൻസിഡൻസ് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. റീകളക്ട് ചെയ്യുന്ന സമയത്ത് പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, മണിയുമായിട്ടുള്ള ആ ഒരു വെറുപ്പ് മാറും. അന്ന് എനിക്ക് ആ പൈസ ഇന്നൊരാൾ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്ന കാര്യം ചെയ്തത്, എന്നിട്ട് ആ മണിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ മണി വരാനായിട്ട് നമ്മൾ എനി ടൈം, അതായത് നിങ്ങൾ ഈവൻ ഒരു ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ പോലും ഒരു 5 രൂപയാണ് അവിടെ കൊടുത്താലും നിങ്ങൾ അവിടെ പറയുക, ഈ ഒരു മണി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ചായ കുടിക്കാൻ പറ്റിയത്, അതുകൊണ്ട് മണിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ആ ഒരു 5 രൂപ വെച്ചാൽ 1 രൂപ അല്ലെങ്കിൽ ഒരു സിംഗിൾ പെന്നി പൈസ പോലും നമുക്കത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം. പണ്ടൊക്കെ ഉണ്ടായിരുന്നു 1 രൂപ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറക്കി വിടും. ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. എന്റെ അതായത് എന്റെ വീടിന്റെ ഇപ്പുറത്തെ സ്റ്റോപ്പിലാണെങ്കിൽ 5 രൂപ പോയിന്റ്, അപ്പുറത്തെ സ്റ്റോപ്പിലാണെങ്കിൽ 6 രൂപ പോയിന്റ്. അപ്പൊ 5 രൂപ പോയിന്റ് കൊടുത്തിട്ട് ഒരു സഞ്ചി രൂപ എടുത്തിട്ട് ഞാൻ അപ്പുറത്തോട്ട് ഇറങ്ങിയ സമയം എന്നോട് ചോദിച്ചു, എന്തിനാ ഇവിടെ കയറിയത്, അപ്പുറത്ത് ഇറങ്ങി. ഞാൻ എന്റെ കയ്യിൽ 1 രൂപ ഇല്ല. അങ്ങനെ 1 രൂപ ഇല്ലെങ്കിൽ അങ്ങനെ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട്. അതേസമയം നമ്മൾ ബാലൻസ് ചോദിക്കുമ്പോൾ അവർ പറയും 1 രൂപ ഇല്ല വെച്ചോ, ഇല്ല, അങ്ങനെ പറയുന്നവരും ഉണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കുക. കാരണം വെച്ചാൽ അത് എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ അന്ന് നമ്മുടെ അറിവില്ലാതെ നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യാനുള്ള കാര്യം 1 രൂപ ആണെങ്കിൽ പോലും അതിനെപ്പോഴും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. കാരണം വെച്ചാൽ നമുക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എന്ന് പറയുന്നത് എത്ര രൂപ വിലമതിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതുവരെ കഴിച്ച ആഹാരം, ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സ്, നമ്മൾ താമസിച്ച വീടുകൾ, നമ്മൾ പോയ സ്ഥലങ്ങൾ, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്, നമ്മുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്, അവർ തരുന്നത്, ഇതെല്ലാം പൈസയല്ലേ. അപ്പം നമ്മൾ ആലോചിക്കുക, നമ്മൾ എത്ര കോടിക്കണക്കിന് വിലമതിക്കുന്ന ഓരോ ബോഡിയാണെന്ന് നമ്മൾ ആലോചിക്കുക. ഈ ഒരു ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബോഡിക്ക് തന്നെ ഉണ്ട് എത്രയോ കോടിക്കണക്കിന്, നമുക്കൊരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും നമ്മളാണെങ്കിൽ പോലും നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണം, എത്ര രൂപയുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ശ്വസിക്കുന്ന വായു, ആ വായുവിന് നമുക്ക് പൈസ കൊടുക്കാൻ പറ്റും? നമുക്ക് ബ്രീത്ത് ഒന്നും നമ്മുടെ മൂക്കത്ത് പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് ശ്വാസം വിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കില്ല. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമുക്ക് ആ ഒരു ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പൈസ കൊടുക്കാതെയാണ് ആ ബ്രീത്ത്, ആ ഒരു ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്. കാരണം ഞാൻ ഇരിക്കുന്ന ഈ റൂം എന്ന് പറഞ്ഞാൽ എന്റെ മദറിലോ 4 മാസം ബെഡ് റിഡൻ ആയിട്ട് കിടന്നാണ്. ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ചാണ് പുള്ളിക്കാരിയെ കുറേ ദിവസം നമ്മൾ ഇതാക്കിയത്. അപ്പൊ നമുക്കറിയാം ആ ഒരു ബുദ്ധിമുട്ട്. ജസ്റ്റ് ഒന്ന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊന്ന് ശ്വസിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്. നമ്മളിതൊന്നും പൈസ കൊടുത്തല്ല വാങ്ങിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ കണ്ണുകൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇടത് കൈയിൽ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, ഇടത് കൈ നിങ്ങളുടെ പ്രോബ്ലം, പണത്തിന്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ വലത് കൈയിൽ നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഈ സൊല്യൂഷൻ കാണാതെ ഈ പ്രോബ്ലം മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഇടത് കൈയിൽ ഇതാണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വലത് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സൊല്യൂഷൻസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ പാസ്റ്റ്, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ പണം എന്ന് ആലോചിക്കുമ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതി നിങ്ങൾ വെച്ചേക്കുക. ഇപ്പൊ എന്നോടൊന്ന് ഷെയർ ചെയ്യേണ്ട. കാരണം നമുക്ക് 3ാമത്തെ ദിവസവും 4ാമത്തെ ദിവസമൊക്കെ ഒരു 2 ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ആ ആക്ടിവിറ്റീസിൽ ഒരു കുറച്ചെങ്കിലും, വളരെ ഒരു 1 or 2% എങ്കിലും ആ ഒരു ബിലീഫ് മാറ്റിത്തരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് നല്ല രീതിക്കുണ്ട്. കാരണം നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് ഒരുപാട് ടൂൾസുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എല്ലാ ടൂൾസിലും എനിക്ക് 100% റിസൾട്ട് ആണ്. ഈവൻ ഇന്ന് പോലും എന്റെ ഒരു എൻവലപ്പ് താഴെ വീണപ്പം ഒരു ടീച്ചർ പറഞ്ഞതാണ്, ഈ ഒരു എൻവലപ്പ് താങ്കളുടെ കയ്യിലുണ്ടായിരുന്നു, ഞങ്ങൾ കല്യാണ വീട്ടിൽ കൊടുക്കാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചർ ചിലപ്പോൾ കല്യാണ വീട്ടിൽ കൊടുക്കാനായിരിക്കും അത് ഉപയോഗിക്കുന്നത്, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് വേറൊരു പർപ്പസിനാണ്. കാരണം എനിക്കറിയാം, കാരണം ഞാൻ എന്റെ കയ്യിൽ എന്റെ കൂടെ കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങൾ. കാരണം
ഞാനത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, പക്ഷെ പല കാര്യങ്ങളും ഞാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എൻ്റെ കൂടെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് മണിയുമായിട്ടുള്ള ആ ഒരു ബ്ലോക്കേജ് എനിക്ക് മാറ്റാനായിട്ട് പറ്റിയത്. അപ്പൊ നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യം, നിങ്ങൾക്ക് മണിയെ കുറിച്ചിട്ട് ആലോചിക്കുന്ന സമയത്തുണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണോ അത് എഴുതി വെക്കുക. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്, ഒരു മാസം എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു മാസം എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് പാസ്റ്റ് ബിലീഫുകൾ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ബിലീഫുകൾ കാരണമാണ് നമ്മുടെ മണി വരാത്തത് എന്നുള്ള കാര്യം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ മനസ്സിൽ, അതായത് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഇതെല്ലാം കിടപ്പുണ്ട്. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ വായിച്ചാൽ മാത്രമേ റബ്ബ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലംസ് നമുക്ക് മാറാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും, അതെന്നും നമ്മുടെ ആ ഒരു പ്രോബ്ലം എന്ന് നമ്മുടെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടായിരിക്കും നമുക്ക് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് പതുക്കെ പതുക്കെ നമുക്ക് എന്തായാലും ഈ ഒരു 4 ദിവസം കൊണ്ട് എന്തായാലും അത് ചെയ്തു തരാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തരാം. നിങ്ങൾ അതുപോലെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ നിങ്ങളുടെ ഇതിനകത്ത് വരുന്ന ഒരു ഏറ്റവും വലിയൊരു അഫർമേഷനാണ് നിങ്ങൾ പറയേണ്ടത്, ഐ എം എ മണി മാനിഫെസ്റ്റർ. ഇത് എപ്പോഴും പറയുക, ഐ എം എ മണി മാനിഫെസ്റ്റർ. നിങ്ങൾ ഈ ഒരു അഫർമേഷൻ എപ്പോഴും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് വിഷമം വരുന്ന സമയത്ത്, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാം, ഐ എം എ മണി മാനിഫെസ്റ്റർ, ഐ എം എ മണി മാനിഫെസ്റ്റർ, അല്ലെങ്കിൽ ഐ എം എ മണി മാഗ്നറ്റ് എന്ന് പറയാം. ഏതൊരു 2 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ 2 പറഞ്ഞിരുന്നത്, ഐ എം എ മണി മാനിഫെസ്റ്റർ, ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം എ മണി മാഗ്നറ്റ്. അപ്പൊ മാഗ്നറ്റിന്റെ കാര്യങ്ങൾ നാളെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പം ഈ 2 അഫർമേഷൻസ് നിങ്ങൾ എല്ലാ ദിവസവും പറയുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഒരു 11 ടൈംസ് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട്, റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതരുത്, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നിങ്ങൾ എഴുതുക. അത് അക്ഷരം മോശമായാലും എനിക്ക് അക്ഷരം എഴുതാൻ പറ്റുന്ന പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് രാവിലെ നിങ്ങൾ എഴുതുക, ഐ ആം എ മണി മാനിഫെസ്റ്റർ. എന്നിട്ട് പറയാം, താങ്ക് യു, ഐ ആം എ മണി മാനിഫെസ്റ്റർ, താങ്ക് യു, ഐ എം എ മണി മാനിഫെസ്റ്റർ, താങ്ക് യു, ഐ എം എ മണി. ഇങ്ങനെ 11 പ്രാവശ്യം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുക. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത് മണി നമ്മുടെ അടുത്ത് വരുന്നത്. അതുപോലെ ഐ എം എ മണി മാഗ്നറ്റ്, ഇതും നിങ്ങൾ എഴുതുക. ഇത് നിങ്ങൾ ഒരു 11 ഡേയ്സിൽ 11 ടൈംസ് 11 ഡേയ്സിൽ നിങ്ങൾ എഴുതി പോവുക. കാരണം ഇത് 4 ഡേയ്സ് ആകുമ്പോൾ കഴിയും. നിങ്ങൾ ഈ ഒരു അഫർമേഷൻ 11 ഡേയ്സ് 11 ടൈംസ് നിങ്ങൾ ഒരു ബുക്കിൽ എഴുതുക. ഓക്കെ, അത് കറക്റ്റായിട്ട് അതും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തന്നെ എഴുതുക. ഓക്കെ, ക്ലിയർ? അപ്പം ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്ന കാര്യം, നിങ്ങളുടെ പണത്തിനെ കുറിച്ച് ആലോചിക്കുക. പണത്തിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇമോഷൻസ് എഴുതുക. അതുപോലെ ഐ എം എ മണി മാനിഫെസ്റ്റർ എന്നും ഐ എം എ മണി മാഗ്നറ്റ് എന്നും പറഞ്ഞു 11 പ്രാവശ്യം നിങ്ങൾ എഴുതുക. പിന്നെ അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾക്ക് എത്ര രൂപയാണ് ഒരു മാസം വേണ്ടത്, അതും നിങ്ങൾ എഴുതി വെക്കുക. ഈ ഒരു മാസം ഈ ഇത്ര രൂപ കിട്ടുന്ന സമയത്ത് അതെന്തിനൊക്കെ നിങ്ങൾ ചെലവഴിക്കും, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. ക്ലിയർ? അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത് ആക്ടിവിറ്റി ചെയ്യുന്നതിൽ? സംശയമല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ഇപ്പൊ ഇത്രയും മണീനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ ഇവിടെ ഒരു കാരണമുണ്ട് തലയില്. അത് നമ്മുടെ പോയിന്റ്സുകളാണ്. സാറിന്റെ മണി ബ്ലോക്കിന്റെ പോയിന്റ്സ് ഇവിടെ എല്ലാം നമ്മുടെ ഭയങ്കര പോയിന്റ്സ് ആണ്. നമ്മുടെ തല എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ പറയുന്നത് വീഴരുത് വീഴരുത് എന്ന് പറയുന്നത്. കണ്ടു തല എന്ന് പറയുന്നത് ഇവിടെ ഒരു 32 പോയിന്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ആ 32 പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും സാറിന്റെ മണി ബ്ലോക്ക് ഇരിക്കുന്നത്. സാർ ആ പോയിന്റ് ഹെഡ് ചെയ്ത് വെച്ചോ, അവിടെയാണ് മണി പോയിന്റ് വരുന്നത്. നമുക്ക് 32 പോയിന്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ തലയിൽ 32 പോയിന്റ്സ് ഉണ്ട്. ആ 32 പോയിന്റ്സ് 32 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ഇൻഡേറ്റ് ആയിക്കോട്ടെ. കാര്യം. ഓക്കെ, താങ്ക് യു.
ഓക്കെ. അപ്പൊ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് നിങ്ങൾ എഴുതി വെക്കുക. അത് പതുക്കെ പതുക്കെ എന്നെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾക്ക് ഞാൻ ഹീൽ ചെയ്ത് തരും. ബാക്കി നിങ്ങൾ അതിനകത്ത് കമ്മിറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ഓക്കെ. തീർച്ചയായും. തീർച്ചയായും. എല്ലാവരും വീഡിയോയിൽ വന്നെങ്കിൽ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തനായിരുന്നു തന്നെ. ആരുമല്ല സാർ ആരെങ്കിലും വരും. ഓക്കെ ഓക്കെ. അമ്പിയമ്മ, ഫ്രീഡമ്മ, ഓക്കെ. സുഭാഷ്, ബാക്കിയുള്ളവരും കൂടി നമ്മളെ കൈവയ്ക്കുന്നത്. അടുത്ത് നമ്മുടെ വേറെ ആരുണ്ട്? അഭിജിത്ത്, മറിയ. അഭിജിത്ത് വീഡിയോ വരാൻ പറ്റുമോ അഭിജിത്തെ? അഭിജിത്തിന്റെ സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് വിളിച്ചത്. എന്റെ ഡിഗ്രി സ്റ്റുഡന്റ് ആണ് അഭിജിത്ത്. ഓക്കെ. സിദ്ദിഖ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, സിദ്ദിഖ് വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്ന് പറഞ്ഞിട്ട് വെക്കാം. അവിടെ ക്ലാസ് സൂപ്പർ ആണെങ്കിൽ ഇങ്ങനെ വെച്ചോട്ടോ. യാ, ഓഫ് കോഴ്സ്. 2 കൈയും വെക്കാം. ഓക്കെ, താങ്ക് യു. Yeah, കുഞ്ഞു thank you so much. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്നുള്ള ആരെയും എഴുതുക. ഓക്കെ. അപ്പം ക്ലാസ് വാല്യുബിൾ ആണോ? അതും കൂടി ചോദിക്കും. തീർച്ചയായും. ബാക്കിയുള്ളവര് തീർച്ചയായിട്ടും. വളരെ യൂസ്ഫുൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാ ദിവസത്തെ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ എല്ലാവരോടും പറഞ്ഞത് 30 മിനിറ്റ് 45 മിനിറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എനിക്കറിയാം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ വിപിൻ സാർ പറയുന്നത് പോലെ അങ്ങ് പൊക്കോണ്ടിരിക്കും. പക്ഷേ കുറേയേറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം വെച്ചാൽ ഞാൻ വന്നതിന് ശേഷം ഇതുവരെ എനിക്ക് 1 മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ലായിരുന്നു. ഫുൾ ഞാൻ ഓടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് I enjoyed so much. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. നമ്മുടെ എനിക്കൊന്ന് അഡ്വക്കേറ്റ് ആണല്ലേ മാം? Yeah. ഓക്കെ. എന്തായാലും മാമിനെ കണക്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. മാം എവിടെ പ്രാക്ടീസ് ചെയ്യണേ? ഞാൻ ആലപ്പുഴയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് വരെ. പിന്നെ ഞാനത് റിസൈൻ ചെയ്തു. ഇപ്പം എന്താ ചെയ്യുന്നത് മാം? അഡ്വക്കേറ്റ് തന്നെ. അഡ്വക്കേറ്റ് തന്നെയാണ്. അല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലേ? എനിക്കൊരു 9 ജൂനിയേഴ്സും ഒരു 3 സ്റ്റാഫും ഉണ്ട്. ഓക്കെ ഓക്കെ. മാം വന്നു എന്റെ കമ്മിറ്റിയിൽ. എന്തായാലും എന്റെ ഒരു പ്രോഗ്രാമിൽ വന്നതിൽ വളരെ സന്തോഷം. ഒരു വലിയ ശങ്ക എന്റെ മനസ്സിലേക്ക് വന്നു കയറി. അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്. എനിക്ക് എവിടെയൊക്കെയോ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് റീസെന്റ്. ഓക്കെ, തീർച്ചയായും ബ്ലോക്കുകൾ മാറാനായിട്ട് ഞാൻ എന്തായാലും സഹായിക്കാം മാം. അത് മാറുമെന്ന് എനിക്ക് നല്ല ഞാൻ വിശ്വാസം. കുട്ടിക്കാലം മുതലേ എന്റെ 9 വയസ്സ് മുതൽ സെൽഫ് എന്റെ ജീവിതത്തിൽ ഞാൻ പണം ഉണ്ടാക്കി ജീവിച്ചില്ല. കാരണം വെച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ കാഥികയായിരുന്നു 9 വയസ്സ് മുതൽ. അപ്പൊ എനിക്ക് പണം കിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഈ പണത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഫാദർ ആണെങ്കിലും നല്ലൊരു റിച്ച് മാൻ ആയിരുന്നു. പക്ഷെ ഒരു പ്രായമായപ്പോൾ ബിസിനസ് ഒക്കെ പോയി തകർന്നു. പിന്നെ ഒരുപാട് ഞങ്ങൾ ദുരിതത്തിലായി. അതിനുശേഷം പിന്നെ ഞങ്ങളൊക്കെ വളർന്നു പഠിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഇതിലേക്ക് വന്നത്. അപ്പൊ അതിന്റെ ഒരു ട്രോമയും നമ്മുടെ ഉള്ളിലുണ്ട്. കാലങ്ങളിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ബട്ട് റീസെന്റ് എനിക്ക് അത് അഫക്ട് ചെയ്യുന്നു ഭയങ്കര. എന്നാൽ എനിക്ക് പണം വരുന്നുണ്ട്, ഇല്ല എന്നല്ല, പണം വരുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ ചെറിയ ബ്ലോക്കുകൾ എനിക്കുണ്ട്. എല്ലാം മാറും. അത് മാറ്റാൻ പറ്റും. തീർച്ചയായും മാറ്റാൻ പറ്റും. ഞാൻ 100% വിശ്വസിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. മാഡത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ആ ബ്ലോക്ക് മാറ്റിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ ട്രസ്റ്റ് ചെയ്തതിലും യൂണിവേഴ്സ് എന്നെ കണക്ട് ചെയ്തതിലും മാമുമായിട്ട് കണക്ട് ചെയ്തതിലും ഞാൻ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്റെ എല്ലാ ദിവസത്തെയും ഓരോ ആഗ്രഹമായിരുന്നു പുതിയ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. അവസാനം എനിക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം ഹാപ്പിനെസ് ഉണ്ട്. ഞാനും അതെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. കാരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള, കാരണം പറഞ്ഞു കേട്ടപ്പോ വളരെയധികം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു ഇതും കാണിച്ചിട്ടില്ല. എന്താ പറയുക, ഒരു ശങ്കയും ഇല്ലാതെ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. ഞാനും കുറച്ചൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. MA LLB ആണ്. ഓക്കെ ഓക്കെ. താങ്ക് യു മാമിന്റെ ഇത്രയും വാക്കുകൾ തന്നെ വലിയൊരു ഇതാണ്. സോ നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യാം. നിങ്ങൾ ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ എല്ലാം ഈ ക്ലാസ്സിന്റെ ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യുക. സോ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ ഒരുപാട് ആൾക്കാരെ എത്തിക്കാനുണ്ട്. സോ എല്ലാവരും, അതായത് നമ്മൾ രക്ഷപ്പെടുന്നത് പോലെ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നല്ലത് അങ്ങനെ തന്നെ വേണം. ഓക്കെ, തീർച്ചയായും.
കാരണം ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങൾക്കും പറ്റും. അതെ, രക്ഷപ്പെടുത്തിയിരിക്കും. മാമ സംശയമൊന്നും വേണ്ട. എന്തായാലും മാമിന്റെ വാക്കുകൾ ഇന്ന് തന്നെ ഒത്തിരി എന്താ പറയാ തിരിച്ചറിവുകൾ എന്ന് പറയാം കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറെ കാലമായിട്ട് ഇതിന്റെ പുറകെയാണ്. എങ്ങനെ, എന്തുകൊണ്ട് എന്തോ കാര്യമുണ്ട്. പക്ഷെ ക്യാഷിനെ കുറിച്ചല്ലാതെ ലോകത്ത് എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ ഓക്കെയാണ്, എക്സെപ്റ്റ് മണി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ആയിരുന്നില്ല ജോസഫ് സാർ എന്റെ കമ്മ്യൂണിറ്റിയിൽ വരുമെന്ന്. ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇവൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വിപിൻ സാർ ഒരു മണി ബ്ലോക്ക് റിമൂവൽ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ ലോക്കായി പോയി. ബ്ലോക്കേ ഉള്ളൂ, എനിക്കത് ലാസ്റ്റ് റിമൂവ് ആയിട്ടില്ല. എൻ്റെ ലൈഫിൽ ഈ 40 വയസ്സായി എനിക്ക്. ഈ 40 വയസ്സിൽ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങാതെ ഇരുന്നിട്ടില്ല കഴിഞ്ഞ ഒരു സാറ്റർഡേ ഒഴികെ. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ സ്ലീപ്പിന് ഒരു പ്രശ്നം വരില്ല. അതിനു മുമ്പ് ഞാൻ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങും. പക്ഷെ ആ ഒരു മണി ബ്ലോക്ക് വന്നിട്ട് എൻ്റെ ചെസ്റ്റിലായിരുന്നു. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ചെസ്റ്റിൽ ഒരു വലിയ കല്ലെടുത്ത് വെച്ച ഫീലായിരുന്നു. എന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു നൈറ്റ് ഞാൻ ഉറങ്ങാതെ പോകുന്നത്. ബാക്കി ഇതിലും ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ മണി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും അന്ന് എനിക്ക് ആദ്യത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ മാസം എപ്പോഴോ ഞാൻ അത് കഴിഞ്ഞിട്ട് മാമനോട് ചോദിച്ചേ ഇതെങ്ങനെയാണ്. അപ്പോൾ ഇത് ഇപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി കുറവെന്നുള്ള ഒരു പോയിന്റാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചത് ശരിക്കും. പിന്നെ ഫസ്റ്റ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു 1 ലക്ഷം കിട്ടിയാൽ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമേ ചിന്തിക്കാനില്ല. എന്ത് ചിന്തിച്ചിട്ടും ഒന്നില്ലേ വൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ബ്ലാക്ക്. ഇവൻ ചെറിയൊരു അതൊരു 500 രൂപയ്ക്ക് മേലെ നോക്കിയാൽ കാണാനില്ല. എക്സാക്ട്ലി അതായിരുന്നു സംഭവം. അപ്പം അത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഇന്ന് തന്നെ ഇപ്പം തന്നെ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്യും. കാരണം അതിൻ്റെ ഫീഡ്ബാക്കുകളും ബാക്കി എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യവും ഈ മാം ഈ ഗൈഡൻസ് തന്നാൽ തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ചേഞ്ചസ് എന്തായാലും വരും, ഗ്യാരണ്ടിയാണ്. കാരണം അത് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ എല്ലാവരും ചെയ്യുക മാക്സിമം. ഞാൻ പറഞ്ഞില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. കാരണം വെച്ചാൽ എൻ്റെ ഏറ്റവും കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാദറിന്റെ ഭയങ്കര ഒരു വിഷനായിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ സംതിങ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. മരിച്ചതിന് ശേഷമാണ് ഒരുപാട് ഇഷ്യൂസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ലിറ്ററലി 1 വർഷം എനിക്ക് ആരുമായിട്ട്, അതായത് ഈവൻ എൻ്റെ മദർ പോലും എനിക്കൊരു കണക്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെയുള്ള രീതിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ലോകത്തുള്ള പലർക്കും അറിയത്തില്ല. പക്ഷെ വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും വന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ഞാൻ കൈപിടിച്ച് ഉയർന്ന് കയറി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫാമിലി ഉണ്ട്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ, അതായത് എനിക്കറിയാമായിരുന്നു ഞാൻ എൻ്റെ വിഷനിലോട്ട് എത്തേണ്ട സമയമായി. കാരണം ഈ പറയും പോലെ പ്രൊക്കാസ്റ്റിനേഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത് പോയതാണ്. ഒരുപാട് നാൾ ഇന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഡ്രീം ഉണ്ടായിരുന്നതാണ്. ആ ഡ്രീമിനെയൊക്കെ നമ്മൾ പറയല്ലേ നമ്മൾ കുഴികുത്തി വിടുന്നല്ലേ, അതുപോലെ ഞാൻ ചെയ്തിട്ടതായിരുന്നു. പക്ഷേ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള നമ്മുടെ ഉള്ളിലെ ഒരു ഇൻഡ്യൂഷൻ നമുക്ക് കിട്ടുമല്ലോ നമ്മുടെ ജീവിതത്തിലൂടെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിക്ക് ഞാൻ വരുന്നത്. എന്തായാലും എന്നെ വിശ്വസിച്ച് വന്നാൽ നിങ്ങൾ എല്ലാവരും സത്യം പറഞ്ഞാൽ ഈ ഒരു നൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ നാളത്തെ എൻ്റെ ഒരു ഡ്രീം നൈറ്റ് തന്നെ ആയിരുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭ രാത്രി ഞാൻ നേർന്നുകൊണ്ട് സൈൻ ഓഫ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തു. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇതിലായിരുന്നാ കേട്ടോ.